കണ്ണൂർ കക്കാട് പുഴയോരത്തോട് ചേർന്നുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. മലിനജലമാണ് ഈ വീട്ടിലേക്കൊക്കെ ഒഴുകിയെത്തുന്നത്. ശരിയാണ്, ഈ മാലിന്യം വലിയ വിഷയമായിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്താൽ പിന്നെ പറയണ്ട. വഴിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവിടുത്തെ വീട്ടുകാർ. കണ്ണൂർ കക്കാട് താഴ്ന്ന മേഖലയിലെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങി. അതായത് പുഴ വെള്ളക്കെട്ടിനോടൊക്കെ ചേർന്നുള്ള വീടുകളിലേക്കാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഈ പറയുന്ന മുറ്റത്തിന് തൊട്ടപ്പുറത്ത് വലിയ വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ട് വീടുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ചേച്ചി, ഇത് എപ്പോൾ മുതലാണ് ഇങ്ങനെ വെള്ളം കയറാൻ? മെന്നാന്ന് മുതലേ വെള്ളം കയറുന്നുണ്ട്. സ്കൂളില്ലാന്ന് പറഞ്ഞ ദിവസം മുതൽ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നല്ലോണം അടിച്ചും വെള്ളം കയറുകയും ചെയ്യുന്നു. നമ്മൾ അതിലിടക്ക് കച്ചറകളെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കയറുന്നു. നായിന പൂച്ചന എല്ലാം ചത്തിട്ടെല്ലാം കൊണ്ടാണ്ടിട്ട് ഇതിലിട്ടിട്ടാണ് ഇതാക്കി നമ്മൾ ഇരുന്ന് സ്ലാബിൻ്റെ അടുത്തുനിന്ന് കുത്തലാണ്. പുറത്തേക്ക് ടൗണിലേക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇതന്നെ അവസ്ഥ. നിങ്ങൾ കാണുന്ന അവസ്ഥയില്ലേ? ഇതേ അവസ്ഥ. ബേക്കും മുന്നും എല്ലാം വെള്ളമാണ്. ചുറ്റും വെള്ളമാണ്. ബേക്കിലും കീയാൻ കഴിയില്ല, മുമ്പിലും കീയാൻ കഴിയില്ല, ഇടം കീയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഇതിപ്പം മലിനജലമാണ് കൂടുതലായിട്ടും. ഈ ടൗണിൽ നിന്നുള്ള മലിനജലമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അത് ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഏതായാലും മഴ ഇപ്പോൾ അല്പം ശമനമുണ്ട് ഈ സമയത്ത്. പക്ഷേ ഇനിയും ശക്തമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയും വരും, എല്ലാ വൃത്തികെട്ട എല്ലാം വരും. എല്ലാം ആരാ ചാടുന്ന അറിയില്ല. മനുഷ്യന്മാർ ഒഴികെ ബാക്കി എല്ലാം ഈ ഭാഗത്ത് വരും. പക്ഷെ അന്നേരം നമ്മളെന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വെള്ളം അടിച്ച് കയറിയ വീട്ടിനകത്ത് സ്റ്റെപ്പ് വരെ കയറും. ഇത് കുറയുമ്പോൾ സ്റ്റെപ്പിൻ്റെ അടുത്ത് കുറയും. പിന്നെയും ഇത് മഴ വരുമ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ കയറും. എന്തെങ്കിലും ഒരു പരിധി കാണിച്ചാണെങ്കിൽ നല്ല സമാധാനം കിട്ടും. വായ വലിങ്ങ ഒരു വായ കുത്തി രണ്ടുക്ക് കഷ്ടാക്കിയിട്ട് എല്ലാവരും വായ എല്ലാം ഇതിൽ തന്നെ ഇട്ടിട്ട് എല്ലാം ഒലിച്ചിട്ട് വന്ന് നമ്മളിടുന്ന് കുത്തലാണ്. വായും പല ചപ്പും ചവറും എല്ലാം ഇങ്ങോട്ട് തന്നെ വരും. നമ്മൾ മിഞ്ഞാന്നേ കുത്തുന്നു, ഇങ്ങോട്ട് വരും. എല്ലാവരും ഇഷ്ടം പോലെ വേസ്റ്റ്. പ്രത്യേകിച്ചും കണ്ണൂർ നഗരത്തിലെ വേസ്റ്റുകളൊക്കെ ഈ പുഴയിലൂടെ വന്ന് ഈ വെള്ളം വന്ന് ഈ വീടുകളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇവർ പറഞ്ഞ പോലെ തന്നെ ചത്ത പട്ടിയും പൂച്ചയും ഒക്കെ തന്നെ ഈ വീട്ടുമുറ്റത്തേക്ക് വരുമ്പോൾ ഇവരുടെ അവസ്ഥ വളരെ സങ്കടകരമാണ്. അത് ഇവർ തന്നെ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണുള്ളത്. എന്താ ഉമ്മ പറഞ്ഞോ? എഴുതിക്കുട്ടി ഇടുന്നതാണ് എല്ലാം ഫുള്ള് ഇങ്ങോട്ടുള്ള പമ്പാസും മറ്റേതും മറിച്ചതും. അവിടെ നിങ്ങളെ കുറച്ച് പോയാൽ കാണാൻ ഇഷ്ടമല്ല. ജലജന്യ രോഗങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. വെള്ളം പ്രത്യേകിച്ചും പ്രായമായ ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെയാണ്. അവിടെയാണ് ഈ ഒരു സ്ഥിതിവിശേഷമുള്ളത്. ഏതായാലും മഴ മാറി നിന്നാൽ ആശ്വാസമാണ്. പക്ഷേ മഴ ശക്തമായി പെയ്താൽ ഇവരുടെ അവസ്ഥ ഇതിൽ കൂടുതൽ ദുരിതപൂർണ്ണമാകും. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂപ് ന്യൂസ്.